നിത്യസഹായനാഥേ, പ്രാർത്ഥിക്ക ഞങ്ങൾക്കായി നീ, നിൻ മക്കൾ ഞങ്ങൾക്കായി നീ, പ്രാർത്ഥിക്ക സ്നേഹമാതേ. നിത്യസഹായനാഥേ, പ്രാർത്ഥിക്ക ഞങ്ങൾക്കായി നീ, നിൻ മക്കൾ ഞങ്ങൾക്കായി നീ, പ്രാർത്ഥിക്ക സ്നേഹമാതേ. ആവേ മരിയ. യേശുവിലെ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ആരാണ് എൻ്റെ അമ്മയും സഹോദരരും? കർത്താവ് വിശ്വമിശുവ ജനക്കൂട്ടത്തെ നോക്കി ഇങ്ങനെ ചോദിച്ചു, ആരാണ് എൻ്റെ അമ്മയും സഹോദരരും? വചനം നമ്മെ പഠിപ്പിക്കുകയാണ്, എൻ്റെ വചനം കേൾക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാണ് എൻ്റെ അമ്മയും സഹോദരരും. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വരുന്ന തെറ്റാണ് നിയമം ലംഘിക്കുക എന്നുള്ളത്. പലപ്പോഴും നമ്മൾ ബൈബിളൊക്കെ ഈ കാലഘട്ടം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. വചനമൊക്കെ നമ്മൾ നിയോഗങ്ങൾ സമർപ്പിച്ച് എഴുതി പഠിക്കുന്നു, ബൈബിള് വായിക്കുന്നു, 3 മാസം നിയോഗം വെച്ച് ബൈബിള് വായിക്കുന്നു. ഇതൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ ഒരു കാര്യം നമ്മൾ ഓർക്കണേ, നമ്മൾ ആ നിയോഗങ്ങൾ സമർപ്പിക്കുന്നൊക്കെ കൊള്ളാം, അതിനോടൊപ്പം തന്നെ നമുക്ക് വേണ്ടത് ആത്മീയ ദാനങ്ങളാണ്, ഫലങ്ങളാണ്, അഭിഷേകമാണ്. സ്നേഹമില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ മറ്റൊരു സന്തോഷവും നമുക്കുണ്ടാവില്ല പ്രിയപ്പെട്ടവരെ. ഒരിക്കലും അവസാനിക്കാത്ത, ഒരിക്കലും കിട്ടിയാൽ നഷ്ടപ്പെടാത്ത ഒരു സ്നേഹമേ ഉള്ളൂ, അത് ദൈവസ്നേഹമാണ്. അപ്പം നമുക്ക് വേണ്ടത് വചനം നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിക്കണമെങ്കിൽ പരിശുദ്ധ അമ്മയോടൊപ്പം നമ്മൾ ചേർന്ന് നിൽക്കണം. അമ്മ എന്തായിരുന്നു? അമ്മ ദൈവത്തെ അനുസരിച്ചു. ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ ഹിതം എന്നിൽ നിറവേറട്ടെ എന്ന് പ്രാർത്ഥിച്ചു. പ്രിയപ്പെട്ടവരെ, നമ്മൾ പരിശുദ്ധ അമ്മയോടൊപ്പം ഒരു സമർപ്പണ ജീവിതം നയിക്കാനായിട്ട് ആഗ്രഹിക്കണം. ഒരിക്കലും നമ്മൾ മടി കാണിക്കരുത്, പ്രാർത്ഥനാ ജീവിതത്തിൽ മടി കാണിക്കരുത്. നമുക്ക് അതുകൊണ്ട് ഒരു നഷ്ടവും നമുക്ക് കിട്ടത്തില്ല. ദൈവസ്നേഹം തീർച്ചയായിട്ടും നമുക്ക് ലഭിക്കും. നമ്മുടെ ജീവിതത്തിൽ നിയോഗങ്ങൾ സമർപ്പിച്ച് നമുക്ക് കിട്ടുന്ന ഓരോ കാര്യങ്ങളും അല്പസമയത്തേക്ക് മാത്രം നിൽക്കുന്ന ഒന്നാണെന്ന് മനസ്സിലാക്കുക. നമ്മൾ പരിശുദ്ധ അമ്മ വചനം കേൾക്കുന്നൊരു വ്യക്തി, വചനം അനുസരിക്കുന്നൊരു വ്യക്തി, അതനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരാളായിരുന്നു. ഒരു വാക്കുകൊണ്ട് പോലും ദൈവത്തോട് എതിര് നിൽക്കാതെ ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ് അവിടുത്തെ ഹിതത്തെ നിറവേറ്റാൻ വേണ്ടി അവിടുത്തെ ഇഷ്ടപ്രകാരം ഈ ഭൂമിയിലേക്ക് ഉണ്ണീശോയെ സ്വീകരിച്ച ഒരു വിമല ഹൃദയമാണ് പരിശുദ്ധ അമ്മ. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ പ്രത്യേകമായിട്ട് എടുത്തു പറയേണ്ടതും എടുത്തു മാതൃകയാക്കേണ്ടതുമായിട്ടുള്ള ഒരാൾ പരിശുദ്ധ അമ്മ തന്നെയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ വചനം കേൾക്കുക മാത്രം